ആലപ്പുഴ കളർകോട് അപകടത്തിൽ മരിച്ച 2 വിദ്യാർത്ഥികളുടെ സംസ്കാരം ഇന്നാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളായ ആയുഷ് ഷാജി, ദേവനന്ദൻ എന്നിവരുടെ സംസ്കാര ചടങ്ങുകളാണ് ഇന്ന് നടക്കുക. ഇന്നലെ ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം, കണ്ണൂർ സ്വദേശി അബ്ദുൾ ജബ്ബാർ, പാലക്കാട് സ്വദേശി ശ്രീദീപ് വത്സൻ എന്നിവരുടെ മൃതദേഹം സംസ്കരിച്ചിരുന്നു. സനോജ് സുരേന്ദ്രനാണ് കോട്ടയത്തു നിന്ന് വിവരങ്ങൾ നൽകാനുള്ളത്. ആയുഷ് ഷാജി, ദേവനന്ദൻ എന്ന 2 പ്രിയപ്പെട്ടവർ. സനോജ്, വിടവാങ്ങിയിരിക്കുന്നത് നാടിനും നാട്ടുകാർക്കും പ്രിയപ്പെട്ട 2 വിദ്യാർത്ഥികളാണ്. മറ്റക്കരയിൽ സനോജ് ഇപ്പോഴുള്ളത്. എപ്പോഴാണ് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക? ദേവനന്ദനെ സംബന്ധിച്ചിടത്തോളം, ആയുഷിനെ സംബന്ധിച്ചിടത്തോളം, ഈ 5 വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയയിലും അവരുടെ സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ പറയുന്നത് വളരെ പ്രിയപ്പെട്ട ആളുകളുടെ വിടവാങ്ങലിനെ വേദനയോടുകൂടി സോഷ്യൽ മീഡിയ വായിക്കുന്നു എന്നതാണ്. അവിടെ എപ്പോഴാണ് ഈ ചടങ്ങുകൾ? ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? സ്വാഭാവികമായും കണ്ണീരാൽ നനഞ്ഞ ഒരു വീട്ടിൽ നിൽക്കുന്നതിൻ്റെ വേദന എത്രയാണ് എന്നറിയാം. തീർച്ചയായിട്ടും ആലപ്പുഴയിലെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം പിന്നീട് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പൊതുദർശന ചടങ്ങുകൾക്ക് ശേഷമാണ് ഈ ദേവനന്ദൻ്റെ മൃതദേഹം വിലാപയാത്രയായി ഈ കോട്ടയം മറ്റക്കരയിലെ വീട്ടിലേക്ക് എത്തിയത്. കുടുംബ വസതിയാണ്, കുടുംബ വീടാണ്. മറ്റക്കരയിലെ ദേവനന്ദൻ്റെ പിതാവിൻ്റെ കുടുംബ വീടാണ്. ഇവർ ദീർഘകാലമായി മലപ്പുറം കോട്ടക്കലിലാണ് താമസം. മലപ്പുറം കോട്ടക്കലിലെ അധ്യാപകനാണ് ഈ ദേവനന്ദൻ്റെ അച്ഛൻ ബിനു. ഒപ്പം തന്നെ അമ്മ അവിടെ GST വകുപ്പിൽ ജോലി ചെയ്യുകയാണ്. ദീർഘകാലമായി അവിടെയായിരുന്നു ഇവർ താമസിച്ചു പോന്നിരുന്നത്. എന്നാൽ ഈ ദേവനന്ദൻ്റെ പഠനമൊക്കെ കോട്ടയത്തെ കാഞ്ഞിരപ്പള്ളി സെൻറ്റ് ആൻ്റണീസ് കോളേജിലായിരുന്നു. പിന്നീട് പാലാ ബ്രില്യൻസ് കോളേജിൽ നിന്നും ഈ എൻട്രൻസ് എക്സാമിന് പരിശീലനം സിദ്ധിച്ചു. അങ്ങനെയാണ് എൻട്രൻസ് പരീക്ഷയിൽ പാസ്സായി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ MBBSന് പ്രവേശനം നേടുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബ വീട്ടിൽ ദീർഘസമയം ചെലവഴിച്ചു. മുത്തശ്ശിക്കും മുത്തശ്ശനും ഒപ്പമായിരുന്നു. വലിയ വാത്സല്യത്തോടെ പെരുമാറിയിരുന്ന ദേവദത്തൻ എന്ന് ഇന്നലെ മുത്തച്ഛൻ നമുക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. അവൻ്റെ ചേതനയേറ്റ ശരീരം ഇന്നലെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു നോക്ക് മാത്രം നോക്കിയ ശേഷം ഈ മുത്തച്ഛൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീടിന് പുറത്തേക്ക് പോവുകയായിരുന്നു. അങ്ങനെ സങ്കടകരമായ കാഴ്ചകളാണ് ഇന്നലെ ഈ ദേവദത്തൻ്റെ വീട്ടിൽ നിന്നും നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്നിപ്പോൾ ദേവദത്തൻ്റെ സംസ്കാരം ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് മറ്റക്കരയിലെ വസതിയിൽ കുടുംബ വീട്ടിൽ, തറവാട്ട് വീട്ടിലാണ് ചിതയൊരുക്കിയിട്ടുള്ളത്. അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതുപോലെ തന്നെ ആയുഷ് ഷാജിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ആയുഷ് ഷാജി കോട്ടയം പൂഞ്ഞാർ സ്വദേശിയാണെങ്കിലും അവർ ദീർഘകാലമായി ഇൻഡോറിലാണ്. അമ്മയും അച്ഛനും സഹോദരിയും ഇൻഡോറിലാണ്. അമ്മയ്ക്കും അച്ഛനും അവിടെയാണ് ജോലി. അതുകൊണ്ട് തന്നെ ഇരുവരും ഇൻഡോറിലായിരുന്നു താമസിച്ചിരുന്നത്. അടുത്ത കാലത്താണ് ഈ പൂഞ്ഞാറിലെ ചേനാട്ട് അവർ വീടും സ്ഥലവും വാങ്ങുന്നത്. അങ്ങനെയാണ് കോട്ടയം സ്വദേശികളായി അറിയപ്പെട്ടത്. എന്തായാലും ഈ ആയുഷിൻ്റെ അച്ഛൻ്റെ തറവാട് ആലപ്പുഴ ജില്ലയിലെ കാവാലത്താണ്. അതുകൊണ്ട് തന്നെ ആലപ്പുഴ ജില്ലയിലെ കാവാലത്താണ് ആയുഷിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കുക. രാവിലെ 10 മണിക്കാണ് ആയുഷിൻ്റെ സംസ്കാര ചടങ്ങുകൾ. ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കാണ് ദേവനന്ദൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ദേവനന്ദൻ്റെ ജ്യേഷ്ഠൻ MBBS വിദ്യാർത്ഥിയാണ്. അത് പുതുച്ചേരിയിലായിരുന്നു പഠനം നടത്തിക്കൊണ്ടിരുന്നത്. അവിടെ നിന്നും ജ്യേഷ്ഠനും ഇന്നലെ എത്തിയിട്ടുണ്ട്. ആ ജ്യേഷ്ഠൻ എത്തിയതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഇന്ന് ഉച്ചയ്ക്കോടുകൂടി സംസ്കാര ചടങ്ങ് നടക്കും. എന്തായാലും നാടിൻ്റെ നാനാതുറകളിൽ നിന്നും നിരവധി ആളുകളാണ് ഈ കുരുന്നുകൾക്ക് അന്തിമോചനം അർപ്പിക്കാൻ വേണ്ടി ഈ ഇരുവീടുകളിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സങ്കടകരമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് MBBS പഠനം എന്നതിനേക്കാൾ, MBBS പഠനത്തെക്കാൾ വളരെ കഠിനമായ പരിശ്രമത്തിലൂടെയാണ് എൻട്രൻസ് പരീക്ഷ പാസ്സാവുക. എൻട്രൻസ് പരീക്ഷയ്ക്ക് MBBSനേക്കാൾ കഷ്ടപ്പെട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ MBBSൻ്റെ മുന്നോടിയായി എൻട്രൻസ് പരീക്ഷയിൽ കഷ്ടപ്പെട്ട് പഠിച്ച് മുൻനിരയിൽ, റാങ്കിൻ്റെ മുൻനിരയിൽ എത്തിയെങ്കിൽ മാത്രമേ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ പ്രവേശനം ലഭിക്കുകയുള്ളൂ. അങ്ങനെ സമർത്ഥരായ വിദ്യാർത്ഥികളായിരുന്നു ഈ മരണപ്പെട്ട 5 പേരും. അങ്ങനെ കഷ്ടപ്പാടുകൾ, വിശ്രമമില്ലാത്ത പഠനങ്ങൾ, അങ്ങനെ പഠനത്തിനിടയിൽ പിന്നീട് എൻട്രൻസിലൂടെ മികച്ച റാങ്ക് ലഭിച്ച് പ്രവേശനം നേടി MBBS പഠനത്തിന് വേണ്ടി തുടരുന്നതിൻ്റെ ആദ്യ മാസങ്ങൾ എന്ന് പറയപ്പെടുന്നത് അവർക്ക് അല്പം ആശ്വാസം നൽകുന്ന മാസങ്ങളാണ്. പ്രത്യേകിച്ച് പഠനത്തിൻ്റെ ആ തിരക്കുകൾക്കിടയിൽ നിന്നും MBBS പഠനത്തിന് തുടക്കം കുറിക്കുന്ന ആ സമയത്തെ ഒഴിവുവേളയിൽ അല്പം മാനസികോല്ലാസം എന്ന നിലയിലാണ് ഈ വിദ്യാർത്ഥികൾ ഒന്നടങ്കം സിനിമ കാണാൻ വേണ്ടി യാത്ര തിരിക്കുന്നത്. അത് അവരുടെ അന്ത്യയാത്രയായി മാറി എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഈ കുടുംബങ്ങളെ സംബന്ധിച്ച് ഒരു മകൻ മാത്രമുള്ള പാലക്കാട് സ്വദേശി, അങ്ങനെ ഈ കുടുംബങ്ങളെ സംബന്ധിച്ച് വളരെ സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ്. കേട്ടു നിൽക്കുന്ന നമുക്ക് പോലും താങ്ങാൻ കഴിയാത്തില്ലാത്ത തരത്തിലുള്ള സങ്കട വാർത്തകളാണ് ഓരോ കുടുംബങ്ങളിലും നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. എന്തായാലും 2 പേർക്ക് കൂടി ഇന്ന് ജന്മനാട് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്.
അതെ സനോജ്, നാടിന് പ്രതീക്ഷയാകേണ്ട നാളെ നമുക്കൊപ്പം ഇന്നലെ വരെ ഉണ്ടായിരുന്ന 5 പേരാണ് വിടവാങ്ങിയിരിക്കുന്നത്. അത് ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു കാലത്ത് അവർ വിടവാങ്ങിയിരിക്കുന്നു എന്ന വേദനയുണ്ട്. അതിൽ ആ കുടുംബത്തിൻ്റെ വേദന എത്രത്തോളമാണ് എന്നത് ഓർക്കാൻ പോലും കഴിയുന്നില്ല എന്നതാണ് സനോജ് സുരേന്ദ്രനാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.